താരസംഘടനയായ അമ്മയ്ക്ക് ആദ്യമായി ഒരു വനിതാ പ്രസിഡന്റിനെ ലഭിച്ചിരിക്കുന്നു. നടി ശ്വേത മേനോൻ സംഘടനയുടെ തലപ്പത്തേക്ക് എത്തുമ്പോൾ അത് ചരിത്രം തന്നെയാണ്. ഷീല, KPSC ലളിത, സുകുമാരി, കൽപ്പന, മല്ലിക സുകുമാരൻ, ശോഭന, ഉർവശി തുടങ്ങി ഒട്ടേറെ പ്രഗത്ഭരായ നടിമാർ മലയാള സിനിമയിൽ തങ്ങളുടേതായ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടും താരസംഘടനയുടെ ക്യാപ്റ്റൻസി ഇവർക്കൊക്കെ അന്യമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ശ്വേതയുടെ വരവ് അല്പമെങ്കിലും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട്. വർഷങ്ങളായി സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ മുൻപന്തിയിലുണ്ടായിരുന്ന കുക്കു പരമേശ്വരനാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത്. വൈസ് പ്രസിഡന്റായി ലക്ഷ്മിപ്രിയയും ജോയിന്റ് സെക്രട്ടറിയായി അൻസിബ ഹസനുമുണ്ട്. പ്രധാനപ്പെട്ട 6 പോസ്റ്റുകളിൽ 4ലും പെണ്ണുങ്ങളാണ്. അങ്ങനെ നോക്കുമ്പോഴും അമ്മയുടെ പുതിയ ഭാരവാഹി പട്ടികയിൽ ആശ്വാസം കണ്ടെത്താം. എന്നാൽ ഇതുകൊണ്ട് മാത്രം താരസംഘടന സ്ത്രീപക്ഷമാകുമോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. കാരണം പുതിയ ഭാരവാഹി പട്ടികയിലെ അംഗങ്ങൾ പലപ്പോഴായി സ്വീകരിച്ച പൊള്ളയായ നിലപാടുകൾ തന്നെ. കൊച്ചിയിൽ വെച്ച് മലയാളത്തിലെ പ്രമുഖ നടി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ട സംഭവം മുതൽ പരിശോധിച്ചാൽ അമ്മയുടെ തലപ്പത്തേക്ക് എത്തിയ 4 സ്ത്രീകളിൽ അപ്രകണ്ട പ്രതീക്ഷ പുലർത്തേണ്ടതില്ല എന്ന് ബോധ്യപ്പെടും. നിലപാടുകളിൽ മാറ്റമില്ലാതെ ഇവരാൽ സൃഷ്ടിക്കപ്പെടുന്ന സ്ത്രീ സാന്നിധ്യം കൊണ്ട് മാത്രം സംഘടന സ്ത്രീപക്ഷമാകില്ല എന്നത് ഉറപ്പാണ്. നടിയെ ആക്രമിച്ച കേസിൽ ഗൂഢാലോചന കുറ്റത്തിന് ജയിൽവാസം അനുഭവിച്ച നടൻ ദിലീപിനെതിരെ ഇതുവരെ ഒരക്ഷരം മിണ്ടാത്ത നടിയാണ് ശ്വേത മേനോൻ. മാത്രമല്ല, ഈ കേസിന് ശേഷം പലപ്പോഴും ദിലീപിനെ പിന്തുണച്ച് സംസാരിക്കുകയും കുറ്റാരോപിതനൊപ്പം വേദികൾ പങ്കിടുകയും ചെയ്തിട്ടുണ്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിനെ കെട്ടുകഥ എന്ന് പോലും വിശേഷിപ്പിച്ച വ്യക്തി അമ്മയുടെ താക്കോൽ സ്ഥാനത്തെത്തുമ്പോൾ എന്ത് വിപ്ലവമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം മാധ്യമങ്ങൾ നടിയെ ആക്രമിച്ച കേസിനെക്കുറിച്ച് ശ്വേതയോട് ചോദിച്ചപ്പോൾ സത്യം ഉടൻ പുറത്തു വരണം എന്ന് മാത്രം പറഞ്ഞ് അവർ കൈകഴുകി. പ്രസിഡന്റിനേക്കാൾ പവറാണ് അമ്മയിൽ ജനറൽ സെക്രട്ടറിക്ക്. സംഘടനയെ ചലിപ്പിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം. നേരത്തെ ഇടവേള ബാബുവും സിദ്ദിഖും വഹിച്ചിരുന്ന പദവി. പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ട കുക്കു പരമേശ്വരനെ മലയാളികൾ ഓർക്കുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് കുറ്റാരോപിതനായതിന് പിന്നാലെ താരസംഘടന നടത്തിയ വാർത്താ സമ്മേളനത്തിലെ പെർഫോമൻസിലൂടെയാണ്. ദിലീപിനെ ഒറ്റപ്പെടുത്താൻ സംഘടന അനുവദിക്കില്ലെന്ന് ഗണേഷ് കുമാറും മുകേഷും അതിശക്തമായി മാധ്യമങ്ങളോട് നിലപാട് അറിയിച്ചപ്പോൾ അതിന് കയ്യടിയും ഓരിയിട്ടും സമ്പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച വ്യക്തിയാണ് കുക്കു പരമേശ്വരൻ. നാളിതുവരെ കുക്കു പരമേശ്വരൻ താരസംഘടനയിലെ മേലാളന്മാർക്കെതിരെ ഒരു വാക്കുപോലും എതിർത്ത് പറഞ്ഞിട്ടില്ല. താരസംഘടന നടത്തിയ അമ്മ മഴവില്ല് ഷോയിൽ സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ ഒരു സ്കിറ്റ് അവതരിപ്പിച്ചിരുന്നു. WCC അടക്കമുള്ള സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് അള്ളുവെക്കുകയും അവരെ അങ്ങേയറ്റം പരിഹസിക്കുകയും ചെയ്യുന്ന ആ സ്കിറ്റിൽ നിറഞ്ഞാടിയതും ഇതേ കുക്കു പരമേശ്വരനാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റക്കാരനല്ലെന്ന് വിശ്വസിക്കാനാണ് തനിക്കിഷ്ടമെന്ന് പലവട്ടം പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളായ ലക്ഷ്മിപ്രിയ. കുലസ്ത്രീ ആയിരിക്കുകയെന്നാൽ അതൊരു അന്തസ്സാണെന്ന് ഊറ്റം കൊള്ളുന്ന ലക്ഷ്മിപ്രിയയെ പലപ്പോഴേ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളുടെ പേരിൽ സനാതനധർമ്മ സൂപ്പർസ്റ്റാർ എന്നാണ് സോഷ്യൽ മീഡിയ പോലും പരിഹസിക്കുന്നത്. മാത്രമല്ല, നടി ആക്രമിക്കപ്പെട്ട കേസിൽ 85 ദിവസത്തെ ജയിൽവാസം അനുഭവിച്ച ശേഷം ദിലീപ് പുറത്തിറങ്ങിയപ്പോൾ അഭിമാനം കൊണ്ട ലക്ഷ്മിപ്രിയയിൽ നിന്ന് സ്ത്രീകൾക്കായുള്ള വിപ്ലവം പ്രതീക്ഷിക്കാനും വേണം അപാരമായ നിഷ്കളങ്കത. അമ്മയുടെ തിരഞ്ഞെടുപ്പിൽ സുപ്രധാന സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറെടുത്ത വ്യക്തിയാണ് നടൻ ബാബുരാജ്. ആരോപണ വിധേയനായ ബാബുരാജ് മത്സര രംഗത്തു നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യം ശക്തമായപ്പോൾ അയാളെ പിന്തുണയ്ക്കുന്ന നിലപാടെടുത്ത വ്യക്തിയാണ് ജോയിന്റ് സെക്രട്ടറിമാരിൽ ഒരാളായ അൻസിബ ഹസൻ. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്നായിരുന്നു അൻസിബയുടെ ചോദ്യം. ബാബുരാജിനെതിരെ സംഘടനയിലുള്ള 1-ലേറെ സ്ത്രീകൾക്ക് പരാതിയുണ്ട്. ഇതേ ബാബുരാജിനു വേണ്ടി പ്രവർത്തിക്കുന്ന കോക്കസിലെ അംഗമാണ് അൻസിബയെന്ന് സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനവും ഉയർന്നിട്ടുണ്ട്. താരസംഘടനയുടെ തലപ്പത്തേക്ക് എത്തിയ 4 നടിമാരും പൂർണ്ണമായി സംഘടനയുടെ ഭൂതകാലക്കുളിരിൽ അഭിനമിക്കുന്നവരാണ്. കൂട്ടത്തിൽ ഒരുത്തി അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടതിൽ സംഘടന പ്രതിക്കൂട്ടിലായ ഭൂതകാലം കൂടി ഉണ്ടായിരിക്കെ തന്നെ. കഴിഞ്ഞ കാലങ്ങളിൽ സംഘടനയെ നയിച്ച താരങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ളവരും പൂർണ്ണമായും അവർക്ക് വിധേയപ്പെട്ട് സംഘടനയിൽ പ്രവർത്തിച്ചിരുന്നവരുമാണ് ഇവർ. അവരിൽ നിന്ന് എന്ത് സ്ത്രീപക്ഷ വിപ്ലവമായിരിക്കും സംഘടനയിൽ നടക്കാൻ പോകുന്നതെന്ന് ആശ്ചര്യത്തോടെ കാത്തിരിക്കുക മാത്രമേ ഇപ്പോൾ നിവൃത്തിയുള്ളൂ.